നിർമ്മാണത്തിൽ അപാകത. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ട മൺപാലത്തിൽ വിള്ളൽ. ഇത് രണ്ടാം തവണയാണ് പാലത്തിൽ വിള്ളൽ രൂപപ്പെടുന്നത്. കുഴലിന് മുകളിലായാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗം താഴ്ന്നിട്ടുമുണ്ട്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ നീളം കൂടിയ മൺപാലമാണ് വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം. പാലം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വാഭാവികത നിലനിർത്തി പുതുക്കപ്പെടുന്നു. നിർമ്മാണം പൂർത്തിയായി ഒരു വർഷം പിന്നിടുമ്പോഴേക്കും പാലം വിണ്ടുകീറി. ഇത് ശ്രദ്ധയിൽപ്പെട്ട കരാറുകാരൻ വിണ്ട ഭാഗം ആരും കാണാതിരിക്കാൻ ടാർ ഉരുക്കി വിളിച്ചു. കാലവർഷം കനത്തതോടെ ഈ ഭാഗം വീണ്ടും വിണ്ടുകീറുകയും താഴുകയും ചെയ്തു. കുഴലിന് മുകളിലായാണ് റോഡിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് ടാറിങ് വിണ്ടുകീറാൻ കാരണം. മഴ കനക്കുകയും വിള്ളലിൽ കൂടി വെള്ളം ഇറങ്ങുകയും ചെയ്താൽ ഈ ഭാഗം ഇടിഞ്ഞ് അപകടത്തിനും ഇടയാക്കിയിരിക്കുകയാണ്. വെള്ളിലാങ്കണ്ടം നാട്ടുകെട്ടാവതി കുഴൽപ്പാലം ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായി. അതിൻ്റെ മെയിൻ്റനൻസ് പണികൾ ഈ അടുത്ത കാലത്ത് നടത്തിയതാണ്. സൈഡിൽ മണ്ണിട്ട് വീണ്ടും ബില്ല് ചെയ്ത് പണി നടത്തിയ പണിയുടെ കുഴപ്പം കൊണ്ടായിരിക്കാം പാലത്തിൻ്റെ നടു അകന്നു മാറുകയും അതിനകത്ത് കൊണ്ട് ടാറ് ഒഴുക്കുകയും വീണ്ടും ഇപ്പോഴും അതുകൊണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാരായ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലെ മൺപാലത്തിന് മുകളിലൂടെയുള്ള ടാറിംഗാണ് രണ്ടിടത്ത് വിള്ളലുണ്ടായിരിക്കുന്നത്. മലയോര ഹൈവേയുടെ ഭാഗമായി പുതുക്കി നിർമ്മിച്ചതാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കകമാണ് ടാറിംഗ് തകർന്നിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൺപാലമാണ് ഇത്. ഹൈവേയിലെ മറ്റു ചില സ്ഥലങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. നിർമ്മാണ സമയത്ത് തന്നെ നിർമ്മാണത്തിലെ അപാകം ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. മുമ്പ് കരിങ്കല്ലും മറ്റും ഇട്ട് ഉറപ്പിച്ചായിരുന്നു പാലം നിർമ്മിച്ചത്. ഇത് പൊളിച്ചാണ് ഇരുവശത്തും മണ്ണിട്ട് ഉയർത്തി പാലം വീതി കൂട്ടി നിർമ്മിച്ചത്. മൺപാലം നിർമ്മിക്കേണ്ട വൈദ്യുത്യമില്ലാതെയാണ് പാലം നിർമ്മിച്ചത്. പാലത്തിൽ മാത്രമല്ല മലയോര ഹൈവേയിൽ പലയിടത്തും വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. കരാറുകാരന്റെ നിർമ്മാണത്തിൽ വലിയ അപാകമാണ് ഉണ്ടായതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.